ഏവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. PSC മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. സാധാരണ PSC പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് പറഞ്ഞല്ലോ ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡു, ഡസ്, ഡിഡ് ഇവ കൊണ്ട് ആരംഭിക്കുന്ന ഒരു സെന്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഡു, ഡസ്, ഡിഡ് ഇവ കൊണ്ട് ആരംഭിക്കുന്ന ഒരു സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുതയുണ്ട്. ആ ഒരു അടിസ്ഥാന വസ്തുതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. നോക്കുക, ആക്റ്റീവ് പാസീവ് പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റീവ് പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. പ്രൊനൗണുകളുടെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണിവ, സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ശ്രദ്ധിക്കുക, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഈ പ്രൊനൗണുകളെയാണ് നമ്മൾ സബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സബ്ജക്റ്റീവ് പ്രൊനൗൺ ഏതെല്ലാം? ഐയും, വിയും, യുവും, ഹിയും, ഷീയും, ഇറ്റും, ദേയും ഇവയാണ് സബ്ജക്റ്റീവ് പ്രൊനൗണുകൾ. എന്തുകൊണ്ട് ഇവയെ നമ്മൾ സബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് വിളിക്കുന്നു? സാധാരണ ഇവയെ നമ്മൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു സെന്റൻസിൽ നമ്മൾ ഐയും, വിയും, യുവും, ഹിയും, ഷീയും, ഇറ്റും, ദേയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക ഇത് ആ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഇവയുടെ ഓബ്ജക്റ്റ് രൂപമാണ് ഈ പറയുന്ന മീയും, അസും, യുവും, ഹിമ്മും, ഹെറും, ഇറ്റും, ദമ്മും അല്ല. ഈ രണ്ട് കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു സെന്റൻസിനെ നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും നമ്മൾ അറിയണം. അപ്പൊ ശ്രദ്ധിക്കുക, ഐയുടെ ഓബ്ജക്റ്റ് രൂപം ഏതെന്ന് ചോദിച്ചാൽ അത് മീ ആണ്. അതേപോലെ തിരിച്ചും പഠിക്കണം, മീയുടെ സബ്ജക്റ്റ് രൂപമാണ് ഐ. വിയുടെ ഓബ്ജക്റ്റ് രൂപമാണ് അസ് എന്നുള്ളത്. യുവിൻ്റെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും യു തന്നെയാണ്. ഹിയുടെ ഓബ്ജക്റ്റ് രൂപമാണ് ഹിം. ഷീയുടെ ഓബ്ജക്റ്റ് രൂപമാണ് ഹർ. ഇറ്റിൻ്റെ ഓബ്ജക്റ്റ് രൂപം ഇറ്റ് തന്നെയാണ്. ദേയുടെ ഓബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് ദമ്മാണ്. നമ്മൾ അങ്ങോട്ട് പഠിക്കും പോലെ തന്നെ തിരിച്ചും ഇതറിയണം. മീയുടെ സബ്ജക്റ്റ് രൂപമാണ് ഐ. അസിൻ്റെ സബ്ജക്റ്റ് രൂപമാണ് വി. യുവിൻ്റെ സബ്ജക്റ്റ് രൂപം യു തന്നെയാണ്. ഹിമ്മിൻ്റെ സബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് ഹി ആണ്. ഹെറിൻ്റെ സബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് ഷീ ആണ്. ഇറ്റിൻ്റെ സബ്ജക്റ്റ് രൂപം ഇറ്റ് തന്നെയാണ്. ദമ്മിൻ്റെ സബ്ജക്റ്റ് രൂപം ദേ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്, ഇത്രയും നന്നായിട്ട് ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കുന്നു. ഐയുടെ ഓബ്ജക്റ്റ് രൂപം മീ ആണ്. വിയുടെ ഓബ്ജക്റ്റ് രൂപം അസാണ്. യുവിൻ്റെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും ഒരുപോലെ തന്നെ അത് യു ആണ്. ഹിയുടെ ഓബ്ജക്റ്റ് രൂപം ഹിമ്മാണ്. ഷീയുടെ ഓബ്ജക്റ്റ് രൂപം ഹെറാണ്. ഇറ്റിൻ്റെ ഓബ്ജക്റ്റ് രൂപം ഇറ്റ് തന്നെ. ദേയുടെ ഓബ്ജക്റ്റ് രൂപം ദമ്മാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇവിടെ ഇനി ഒരു കാര്യത്തിൽ ചിലപ്പോൾ സംശയം വരാം. യു സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും സെയിം ആണ്. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരു സെന്റൻസിൽ വെർബിന് മുമ്പാണ് നിങ്ങൾ യു കാണുന്നതെങ്കിൽ അതിനെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഒരു സെന്റൻസിൽ വെർബിന് ശേഷമാണ് യു വരുന്നതെങ്കിൽ അതിനെ ഓബ്ജക്റ്റ് ആക്കുക. ഇതേപോലെ തന്നെ ഇറ്റിൻ്റെ കാര്യത്തിലും ഒരു സെന്റൻസിൽ വെർബിന് മുമ്പാണ് ഇറ്റ് കാണുന്നതെങ്കിൽ അതിനെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. വെർബിന് ശേഷമാണ്
ഇറ്റ് കാണുന്നതെങ്കിൽ അതിനെ ഓബ്ജക്റ്റ് ആക്കി എടുക്കുക. ഇതാണ് സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും. ഇവ ഒരു സെന്റൻസിൽ എങ്ങനെയാണ് നമ്മൾ പാസീവിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് തുടർന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒരിക്കലും ഡു ഡസ് പാസീവിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചോദ്യത്തിൽ ഡൂവും ഡസ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതിനെ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു കാരണവശാലും ഡു ഡസ് പാസീവിൽ ഉപയോഗിക്കാൻ പാടില്ല. പകരം ആരോ ഉപയോഗിക്കണം. ഡു ഡസ്സിന് പകരം പാസീവിൽ ഈസാമാർ എന്ന് വേണം ഉപയോഗിക്കാൻ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന ഒരു ചോദ്യം ഡു ഡസ്സിൽ ആരംഭിക്കുന്നു. ആ ഡു ഡസ്സിന്റെ സ്ഥാനത്ത് നമ്മൾ പാസീവിലേക്ക് എത്തുമ്പോൾ ഈസാമാർ വേണം ഉപയോഗിക്കാൻ. ഒരു കാരണവശാലും പാസീവ് വോയിസിൽ ഡു ഡസ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഡിഡിന്റെ കാര്യത്തിലും. നമുക്ക് കിട്ടുന്ന ചോദ്യത്തിൽ ഒരുപക്ഷെ ഡിഡ് ഉണ്ടാവാം. പാസീവിലേക്ക് ആ സെന്റൻസിനെ മാറ്റുമ്പോൾ ഒരു കാരണവശാലും ഡിഡ് ഉപയോഗിക്കാൻ പാടില്ല. ഡിഡിന് പകരം വാസ് വെയർ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ഒരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒരു കാരണവശാലും ഡു ഡസ് ഉപയോഗിക്കരുത്. ഇതിന് പകരം ഈസാമാർ എന്ന് ഉപയോഗിക്കണം. ഡിഡ് ഉപയോഗിക്കരുത്, പകരം വാസ് വെയർ എന്ന് ഉപയോഗിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഡു ഡസ് ഡിഡ് വരുന്ന ഒരു സെന്റൻസിനെ നമുക്ക് വളരെ വേഗത്തിൽ പാസീവിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു ഡസ് ഡിഡ് വരുന്ന ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ പാസീവിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന് പ്രൊനൗണുകളുടെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും. രണ്ടാമത്തേത് ഡു ഡസ് പാസീവിൽ ഈസാമാർ ആകുമെന്നും ഡിഡ് എന്നത് പാസീവിൽ വാസ് വെയർ ആകുമെന്നുള്ള കാര്യം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് മതി. ഇനി നമ്മൾ നേരെ പോകുന്നു ചോദ്യത്തിലേക്ക്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മൾ ഈ ഈസാമാറൊക്കെ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈസ് എന്നുള്ളത് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പവും ആർ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പവും ആം എന്നുള്ളത് ഐ എന്ന സബ്ജക്റ്റിനോടൊപ്പം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരു കാര്യവും കൂടി ഒന്ന് ഓർത്തേക്കണം. നമ്മൾ ഒരു സെന്റൻസിൽ ഈസാമാർ ചേർക്കുമ്പോൾ സബ്ജക്റ്റിനനുസരിച്ചാണ് അത് ചേർക്കുന്നത്. അത് ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പം ഈസ് എന്ന ഓക്സിലറിയും പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം ആർ എന്ന ഓക്സിലറിയും ഐ എന്ന സബ്ജക്റ്റിനോടൊപ്പം ആം എന്ന ഓക്സിലറിയും നമ്മൾ ചേർക്കും. വാസ്വേറിലേക്ക് വരുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പമാണ് നമ്മൾ വാസ് ചേർക്കുന്നത്, പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പമാണ് നമ്മൾ വേറ് ചേർക്കുന്നത്. ഈ രണ്ട് വസ്തുതകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. പരീക്ഷയ്ക്ക് ഡു ഡസ് ഡിഡ് വരുന്ന ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നോക്കുക. ഡു ദേ സ്റ്റഡി ഇംഗ്ലീഷ്. ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയാൽ ഇതിനെ നമുക്ക് എങ്ങനെ പാസീവിലേക്ക് മാറ്റാം? ഡു ദേ സ്റ്റഡി ഇംഗ്ലീഷ്. കാണുമ്പോൾ തന്നെ അറിയാം ചോദ്യരൂപത്തിലുള്ള ഒരു സെന്റൻസ്. ചോദ്യരൂപത്തിലുള്ള ഒരു സെന്റൻസ് നമുക്ക് ഇതേപോലെ തന്ന് പാസീവിലേക്ക് മാറ്റാൻ പറയുന്നു. നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം ഈ സെന്റൻസിന്റെ വേർഡ് ഓർഡർ നമ്മളൊന്ന് മനസ്സിലാക്കണം. വാക്കുകളുടെ ക്രമം. സംഭവം വേറൊന്നുമില്ല, ആദ്യം ഇരിക്കുന്നത് ഓക്സിലറി വെർബാണ് അല്ലെ. ഡു എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഡു എന്ന ഓക്സിലറി വെർബ്. ആ ഓക്സിലറി വെർബിന് ശേഷം ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന് ശേഷം സ്റ്റഡി എന്ന് പറയുന്ന വെർബ്. വെർബിന് ശേഷം ഓബ്ജക്റ്റ്. ഇതാണ് ഈ സെന്റൻസിന്റെ വേർഡ് ഓർഡർ. അപ്പൊ ഡു ഡസ് ഡിഡ് കൊണ്ട് ആരംഭിക്കുന്ന ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡു ആവട്ടെ, ഡസ് ആവട്ടെ, ഡിഡ് ആവട്ടെ, ഇതിൽ ഏതുകൊണ്ട് ആരംഭിക്കുന്ന ഒരു സെന്റൻസിന്റെയും വേർഡ് ഓർഡർ നമുക്ക് ഇങ്ങനെ ക്രമപ്പെടുത്താം. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇനി നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ആദ്യ സ്റ്റെപ്പ്
ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് എഴുതുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് എഴുതുക. ചോദ്യത്തിലെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ആ ഇംഗ്ലീഷിനെ എടുത്ത് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ആക്കി മാറ്റുക, ഇംഗ്ലീഷ്. ഓക്കെ, ഈ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഓക്സിലറി വെർബ് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഡു എന്ന് പറയുന്ന ഓക്സിലറി തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചതല്ലേ, ഡൂവും ഡസും പാസീവിലേക്ക് പോകുമ്പോൾ ഈസാമാറായി മാറും. ഡൂവും ഡസും പാസീവില് ഈസാമാറായി മാറും. അങ്ങനെ നമുക്കിവിടെ ഈ ഡു ഡസ് എന്ന് വരുന്ന ഈ ഓക്സിലറീസിനെ നമുക്ക് ഈസാമാറാക്കി മാറ്റണം. ഇവിടെ ഡു ആണ് തന്നിട്ടുള്ളത്, പകരം ഈസാമാർ ചേർക്കണം. ഇംഗ്ലീഷിനനുസരിച്ച് ഈസാമാറിൽ നിന്നും ഈസ് എന്ന ഓക്സിലറി ഇവിടെ ചേർക്കും. കാരണം ഇംഗ്ലീഷ് സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസാമാറിൽ നിന്നും ഈസ് ചേർത്തു. അപ്പൊ ചോദ്യത്തിലുള്ളതുപോലെ നമുക്കൊരു ഓക്സിലറി വെർബ് കിട്ടി, സബ്ജക്റ്റ് കിട്ടി. ഇനി വെർബിന്റെ ഭാഗം. വെർബിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ വെർബിനെ തേർഡ് ഫോമിലേക്ക് ഒന്ന് മാറ്റുക. സ്റ്റഡി എന്ന വെർബിന്റെ തേർഡ് ഫോം. കാരണം പാസീവിൽ നമ്മൾ എപ്പോഴും V3 ഫോമാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് ഈ സ്റ്റഡി എന്ന വെർബിനെ നമ്മൾ തേർഡ് ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് കിട്ടും സ്റ്റഡീഡ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓബ്ജക്റ്റ് കൂടി. ചോദ്യത്തിലുള്ളതുപോലെ ഇനി ഒരു ഓബ്ജക്റ്റ് കൂടി വേണം. ഓബ്ജക്റ്റ് ആയിട്ട് സബ്ജക്റ്റിനെ വേണം ഉപയോഗിക്കാൻ. നേരത്തെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഓബ്ജക്റ്റിനെ ഉപയോഗിച്ചതുപോലെ തിരികെ ഓബ്ജക്റ്റ് ആയിട്ട് സബ്ജക്റ്റിനെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെയും ഓബ്ജക്റ്റിന്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുക. ഇവിടെ നമുക്കിനി ഒരു ഓബ്ജക്റ്റ് വേണം, സബ്ജക്റ്റിനെ വേണം ഉപയോഗിക്കാൻ. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ദേ എന്ന സബ്ജക്റ്റിന്റെ ഓബ്ജക്റ്റ് രൂപം അത് ദമ്മാണ്. ദേ എന്ന സബ്ജക്റ്റിന്റെ ഓബ്ജക്റ്റ് രൂപം ദമ്മാണ്. ഇവിടെ നമ്മൾ ദേയെ കൊണ്ട് ദമ്മാക്കി ഉപയോഗിക്കും. അവിടെ നമ്മൾ ബൈ എന്ന് പറയുന്ന ഒരു പ്രിപ്പൊസിഷൻ കൂടി ചേർത്ത് ബൈ ദം എന്ന് ഉപയോഗിക്കും. അങ്ങനെ നമുക്കിവിടെ ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും, ഈസ് ഇംഗ്ലീഷ് സ്റ്റഡീഡ് ബൈ ദം. അപ്പോൾ ഡു ഡസ് വരുന്ന ഒരു സെന്റൻസിനെ പാസീവ് ആക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡിഡ് വരുമ്പോഴും ഇങ്ങനെ തന്നെ, പക്ഷെ ഡിഡിന് നമ്മൾ ഈസാമാറിന്റെ സ്ഥാനത്ത് വാസ് വെയർ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരുന്നു ചെയ്ത് നോക്കാനായിട്ട്. ഒന്ന് നോക്കുക, അടുത്ത ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം. പെട്ടെന്നൊന്ന് നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്, ഡു യു ക്ലീൻ ദ റൂം. ഈ ഒരു ചോദ്യത്തിന്റെ പാസീവ് വേണം. എങ്ങനെ നമുക്ക് എഴുതാം? വളരെ ഈസി ആയിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായി ആൻസറിൽ എത്താൻ പറ്റും. ഡു യു ക്ലീൻ ദ റൂം. PSC മത്സര പരീക്ഷകളെ സംബന്ധിച്ച് +2 ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യ ടൈപ്പാണിത്. ഇത്തരത്തിലൊരു ചോദ്യം ഇനി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങൾ ഒരു ആശങ്കയും ഇല്ലാതെ തന്നെ ഉത്തരത്തിൽ എത്തണം. അപ്പോൾ ആൻസറിലേക്ക് പോകുന്നു, നോക്കുക. നമുക്കിവിടെ ആദ്യം ഈ സെന്റൻസിന്റെ വേർഡ് ഓർഡർ എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? നേരത്തെ പറഞ്ഞു, ഡു ഡസ് ഡിഡിലൊക്കെയാണ് സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ വേർഡ് ഓർഡർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് ഓക്സിലറി, രണ്ടാമത് സബ്ജക്റ്റ്, മൂന്നാമത് വെർബ്, നാലാമത് ഓബ്ജക്റ്റ്. ഇതായിരിക്കും ഇതിന്റെ വേർഡ് ഓർഡർ. അപ്പൊ ഇനി നമുക്ക് ആദ്യം സബ്ജക്റ്റിന്റെ ഭാഗം ബില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ഓക്സിലറി ചേർക്കുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. ആദ്യം സബ്ജക്റ്റിന്റെ ഭാഗം ബില്ല് ചെയ്യുക. ഓബ്ജക്റ്റിനെ കൊണ്ടുവന്ന് എഴുതും ദ റൂം. ദ റൂം എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. ദ റൂം സിംഗുലർ ആണ്. അപ്പോൾ ഡൂവിന് പകരം ഈസാമാറിൽ നിന്നുള്ള സിംഗുലറായ ഈസ് നമ്മൾ എഴുതും. ഇവിടെയും നമുക്ക് ഈസ് എന്ന് കിട്ടും. ഈസ് ദ റൂം. വെർബിനെ തേർഡ് ഫോമിലേക്ക് മാറ്റുക, ക്ലീൻഡ്. ഇനി വെർബ് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് കൂടി വേണം. ഓബ്ജക്റ്റായിട്ട് സബ്ജക്റ്റ് ഉപയോഗിക്കണം. ബൈ ചേർത്തുകൊണ്ട് സബ്ജക്റ്റിനെ ഇങ്ങ് കൊണ്ടുവരിക. യു എന്ന സബ്ജക്റ്റ് ഓബ്ജക്റ്റായി മാറുമ്പോഴും ഒരു വ്യത്യാസവും ഇല്ല, ഓബ്ജക്റ്റായി തന്നെ നിൽക്കും.
അതുകൊണ്ട് ഇവിടെ നമുക്ക് യുവിനെ യു ആയി തന്നെ നിലനിർത്താം. അങ്ങനെ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും, ഈസ് ദ റൂം ക്ലീൻഡ് ബൈ യു. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. വളരെ എളുപ്പമായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടിയ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലെത്താം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി കാണും. എന്നാലും നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്ത് അവസാനിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഡു യു എൻജോയ് ക്രിക്കറ്റ്? ഡു യു എൻജോയ് ക്രിക്കറ്റ്? ഈ ഒരു ചോദ്യത്തിന്റെ പാസീവ് നമുക്ക് എങ്ങനെ എഴുതാം? സെന്റൻസ് ഡു, ഡസ്, ഡിഡിൽ ആരംഭിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ ആ അറിവ് ഈ ചോദ്യത്തിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. ആദ്യം നമുക്കിതിന്റെ വേർഡ് ഓർഡർ വേണം. വേർഡ് ഓർഡർ നോക്കുമ്പോൾ നമുക്ക് കിട്ടും, ആദ്യം ഇരിക്കുന്നത് ഓക്സിലറി വെർബാണ് അല്ലെ? ഒരു സംശയവും വേണ്ട, ആദ്യം ഇരിക്കുന്നത് ഓക്സിലറി വെർബാണ്. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ്, വെർബ് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്. ഇതാണ് ക്രമം. വേർഡ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ക്രമത്തിൽ ഉത്തരത്തിലേക്ക് പോവുക. സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഓബ്ജക്റ്റ് കൊണ്ടുവരിക, ക്രിക്കറ്റ്. അപ്പം നമുക്കിവിടെ സബ്ജക്റ്റ് കിട്ടി, ക്രിക്കറ്റ് സിംഗുലർ ആണ്. ക്രിക്കറ്റ് സിംഗുലറായി നിൽക്കുന്നിടത്തോളം കാലം ഡൂവിന് പകരമുള്ള ഈസാമാറിൽ നിന്നും ക്രിക്കറ്റിനനുസരിച്ച് സിംഗുലർ തന്നെ വരണം. അങ്ങനെ ഈസാമാറിലെ സിംഗുലറായ ഈസ് എഴുതും, ഈസ് ക്രിക്കറ്റ്. വെർബിന്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നേരെ തേർഡ് ഫോമിലേക്ക് മാറ്റുക. അപ്പോ എൻജോയ്ഡ്. ഇനി നമുക്കൊരു ഓബ്ജക്റ്റ് കൂടി വെച്ചാൽ ഇതും പൂർത്തിയാവും. ഓബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് സബ്ജക്റ്റ് കൊണ്ടുവരണം. തൊട്ട് മുന്നിലത്തെ ചോദ്യത്തിൽ കണ്ടതുപോലെ യു ആണ് ഇനി ഓബ്ജക്റ്റ് ആവേണ്ടത്. യുവിന്റെ ഓബ്ജക്റ്റ് രൂപവും എന്ത് തന്നെ? യു തന്നെ. അങ്ങനെ നമ്മൾ അവിടെ ബൈയുടെ സഹായത്തോടു കൂടി ബൈ യു എന്ന് എഴുതും. അപ്പോ ഈ സെന്റൻസിന്റെയും പാസീവ് നമുക്ക് കിട്ടും, ഈസ് ക്രിക്കറ്റ് എൻജോയ്ഡ് ബൈ യു. നമ്മൾ ഈ ഒരു ടൈപ്പ് അറിയാമെങ്കിലുള്ള പ്രത്യേകത, PSC മത്സര പരീക്ഷകളെ സംബന്ധിച്ച് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഒറ്റ നോട്ടത്തിൽ ആൻസറിലേക്ക് എത്താനും പറ്റും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ വേഗം ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തുക. ഡസ് ഷീ പ്ലക്ക് ഫ്ലവേഴ്സ്? ഇത്രയും നേരം നമ്മൾ ഡൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു നോക്കിയത്. ഇപ്പൊ നമ്മൾ ഡസ്സിലേക്ക് വന്നു. ഡു വന്നാലും ഡസ് വന്നാലും യാതൊരു വ്യത്യാസവുമില്ല. ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ പാസീവ് ഉണ്ടാക്കുന്നത്. ഡസ് ഷീ പ്ലക്ക് ഫ്ലവേഴ്സ്? അപ്പം നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ വേർഡ് ഓർഡർ തിരിച്ചറിയണം. എന്താണ് വേർഡ് ഓർഡർ? ഒറ്റ നോട്ടത്തിൽ കിട്ടും, ഡസ് എന്ന ഓക്സിലറി വെർബ്, ഷീ എന്ന സബ്ജക്റ്റ്, പ്ലക്ക് എന്ന വെർബ്, ഫ്ലവേഴ്സ് എന്ന ഓബ്ജക്റ്റ്. ഇതേ ഓർഡറിൽ ഉത്തരത്തിലേക്കും പോകണം. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഫ്ലവേഴ്സ് നോക്കണം. ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഡസ് എന്നുള്ളത് നമുക്കറിയാം ഈസാമാറായി ആണ് മാറേണ്ടത്. ഡസ് ഈസാമാറായി മാറണം. അവിടെ ഫ്ലവേഴ്സ് എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഈസാമാറിലെ പ്ലൂറലായ ആർ തന്നെ ചേർക്കണം. അങ്ങനെ നമുക്ക് ഓക്സിലറി ആറെന്ന് കിട്ടും, സബ്ജക്റ്റ് ഫ്ലവേഴ്സ് എന്നും കിട്ടും. ഇനി വെർബ്, വെർബിനെ തേർഡ് ഫോമിലേക്ക് മാറ്റിയാൽ മതി, പ്ലഗ്ഡ്. കൂടെ ബൈ ചേർത്തുകൊണ്ട് സബ്ജക്റ്റിനെ ഓബ്ജക്റ്റ് ആക്കി എഴുതണം. സബ്ജക്റ്റ് ഷീ ആണ്. ഈ ഷീയെ ഓബ്ജക്റ്റ് ആക്കി മാറ്റുന്നു. ഷീയുടെ ഓബ്ജക്റ്റ് രൂപം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഹെർ ആണ്. അങ്ങനെ നമുക്ക് ഇവിടെ ഈ സെന്റൻസിന്റെ പാസീവ് കിട്ടും, ആർ ഫ്ലവേഴ്സ് പ്ലഗ്ഡ് ബൈ ഹെർ. സെറ്റായി കാണും എന്നറിയാം. എന്നാലും ഒരു ചോദ്യം കൂടി ചെയ്ത് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഡസ് ഷീ കുക്ക് ദ ഫുഡ്? ഡസ് ഷീ കുക്ക് ദ ഫുഡ്? ഇതാണ് നമുക്കിനി പാസീവ് ആക്കേണ്ട സെന്റൻസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇതിന്റെ വേർഡ് ഓർഡർ ഒന്ന് നോക്കി പോകാം ആൻസറിലേക്ക്. വേർഡ് ഓർഡറിലേക്ക് വരുമ്പോൾ ഡസ് എന്ന ഓക്സിലറി വെർബ്, ഷീ എന്ന സബ്ജക്റ്റ്, കുക്ക് എന്ന വെർബ്, ദ ഫുഡ് എന്ന ഓബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഓബ്ജക്റ്റ് എഴുതുമ്പോൾ ദ ഫുഡ്, ഇത്
സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഡസിന് പകരം നമ്മൾ ഈസാമാറിൽ നിന്നുള്ള ഈസ് എഴുതിയാൽ മതി. അങ്ങനെ കിട്ടും ഈസ് ദ ഫുഡ്. വെർബിനെ V3യിലേക്ക് മാറ്റുക, കുക്ക്ഡ്. ഓബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ബൈ ചേർത്ത് സബ്ജക്റ്റ് എഴുതുക, അങ്ങനെ കിട്ടും ബൈ ഹർ. അപ്പോ ആൻസർ ഈസ് ദ ഫുഡ് കുക്ക്ഡ് ബൈ ഹർ. അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഡു കൊണ്ടോ ഡസ് കൊണ്ടോ ആരംഭിക്കുന്ന ഒരു സെന്റൻസ് കിട്ടിയാൽ അതിനെ നമ്മൾ എങ്ങനെ പാസീവിലേക്ക് മാറ്റണം. ആകെ കുറച്ച് കണ്ടന്റ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. 2 സെറ്റ് കാര്യങ്ങൾ. ഒന്ന്, സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും അറിയണം. 2, ഡു ഡസ് ഈസാമാറാകുമെന്നുള്ളതും ഡിഡ് വാസ് വെയർ ആകുമെന്നുള്ളതും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചോദ്യം എഴുതി ആൻസർ കണ്ടെത്തി. ഇനി നമുക്ക് മൾട്ടി ചോയ്സിലേക്ക് പോകാം. അതായത് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ഒറ്റ നോട്ടത്തിൽ എങ്ങനെ ആൻസർ എക്സാം ഹാളിൽ നമ്മൾ കണ്ടെത്തണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നേരെ പോകുന്നു 4 ഓപ്ഷൻ ഉള്ള ചോദ്യങ്ങളിലേക്ക്. ഡു ദ സ്റ്റുഡൻസ് റൈറ്റ് ദ എക്സാം? ഇതാണ് ചോദ്യം. ഡു ദ സ്റ്റുഡൻസ് റൈറ്റ് ദ എക്സാം. ചോദ്യം നോക്കുക, 4 ഓപ്ഷൻ നോക്കുക, എങ്ങനെ വളരെ വേഗം ഉത്തരത്തിലെത്താം. ഓക്കെ, അപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ഇതിന്റെ വേർഡ് ഓർഡർ അറിയുക. വേർഡ് ഓർഡർ അറിയുമ്പോൾ സബ്ജക്റ്റും ഓബ്ജക്റ്റും വെർബും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ നോക്കുക, ഡു എന്ന ഓക്സിലറി വെർബിലാണ് സെന്റൻസ് ആരംഭിച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഏത് രീതിയിൽ ഉത്തരത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്സിലറി വെർബിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സബ്ജക്റ്റ് തന്നിരിക്കുന്നു. ആ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെർബായിരിക്കും. വെർബിന് ശേഷം ഓബ്ജക്റ്റും. ഇത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഓക്കെ, ഇനി നോക്കണം ഓപ്ഷനിലേക്ക്. അറിയാം, ഡു അല്ലെങ്കിൽ ഡസ് പാസീവിൽ ഈസാമാറായി മാറും. അങ്ങനെ ഈസോ, ആമോ, ആറിലോ തുടങ്ങുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. അറിയാലോ, ഡു ഡസ് ഇവ പാസീവിൽ എന്തായി മാറും? ഈസാമാറായി മാറും. ആ ഒറ്റ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 പേർ ഉത്തരമല്ലെന്നറിയാം. സി ഉത്തരമല്ല, ഡി ഉത്തരമല്ല. ഓക്കെ, നമ്മുടെ ആൻസർ ഈസിലോ ആമിലോ ആറിലോ തുടങ്ങണം. നോയിക്കോ, അത് ഓക്കെയാണ്. ഈസ് 6. ഇനി നമുക്കറിയാം സ്റ്റുഡൻസിന്റെ സ്ഥാനത്തേക്ക് വരേണ്ടത് ദ എക്സാം ആണ്. ഓക്കെ, കാരണം നമ്മൾ ഓക്സിലറി വെർബ് ഇവിടെ കണ്ടെത്തി വെച്ചു. ഈസും 6ഉം ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ അടുത്ത് ഓബ്ജക്റ്റ് ആണ് വരേണ്ടത്. അതായത് ഈ ഈസോ, ആമോ, ആറോ കഴിഞ്ഞാൽ ദ എക്സാം എന്ന് വരണം. ഒറ്റ നോട്ടം ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, എന്ത് എളുപ്പം നോക്കിയേ. നമ്മൾ ആ പഠിച്ച കാര്യത്തെ ഒന്ന് ഓപ്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. വളരെ ഈസിയിൽ തന്നെ നമുക്ക് എക്സാം ഹാളിൽ ഉത്തരവും കണ്ടെത്താം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. ഈസ് ദ എക്സാം റിട്ടൺ ബൈ ദ സ്റ്റുഡൻസ്. നിങ്ങളും ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടാവും ആൻസർ. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഡസ് ദ കമ്പനി മേക്ക് കാർസ്? ഇതാണ് ചോദ്യം. ഇവിടെയും നമ്മൾ വേറൊന്നുമല്ല, ഒരു ചോദ്യം ഡസ്സിൽ ആരംഭിച്ചിരിക്കുന്നു. ഇതിനെ പാസീവിലേക്ക് മാറ്റണം. ഡൂവും ഡസ്സും എന്താകുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അതിൻ്റെ വേർഡ് ഓർഡർ ഒന്ന് മനസ്സിലാക്കിയേക്കണം. ഇവിടെ നമ്മൾ വേർഡ് ഓർഡർ നോക്കുമ്പോൾ ഡസ് എന്ന ഓക്സിലറി വെർബും ദ കമ്പനി എന്ന സബ്ജക്റ്റും മേക്ക് എന്ന വെർബും കാർസ് എന്ന ഓബ്ജക്റ്റും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് വരിക. ഡു ഡസ് ഈസാമാറായി മാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ, 3 ഓപ്ഷനുകൾ ഉത്തരമായി വരാം. ദേ, ഈസിൽ ആരംഭിച്ചു, ആറിൽ ആരംഭിച്ചു, ആറിൽ ആരംഭിച്ചു. ബി ഉത്തരമല്ല എന്നുറപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബി ഉത്തരമല്ല എന്നറിയാം. ഇനി ബാക്കിയുള്ളത് 3 ഓപ്ഷൻസ്. ഇനി ദ കമ്പനി എന്ന ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഓബ്ജക്റ്റ് വരണം. അതായത് ഇനി വരേണ്ടത് കാർസ് ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെയും ഉണ്ട് കാർസ്, ഇവിടെയും ഉണ്ട് കാർസ്, ഇവിടെയും ഉണ്ട് കാർസ്. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. കാരണം
കാർസ് എന്നുള്ളത് പ്ലൂറൽ ആണ്, ഈസുമായിട്ട് ചേരില്ല. ഓക്കെ, ഈസ് സിംഗുലറിന്റെ കൂടെ ചേരുള്ളൂ. ഇവിടെ കാർസിനോടൊപ്പം ഈസ് തന്നിരിക്കുന്നു, ഇങ്ങനെ നമുക്ക് വരാൻ പാടില്ല. കാർസ് പ്ലൂറൽ ആണ്, കൂടെ വരുന്ന ഓക്സിലറിയും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇനി അറിയാം ഉത്തരം ഒന്നുകിൽ സി അല്ലെങ്കിൽ ഡി. ഇനി ഇത് കഴിഞ്ഞാൽ വെർബ് V3യിലേക്ക് പോകണം. മേക്ക് എന്ന വെർബ് V3യിലേക്ക് പോകണം. ഇവിടെ തന്നിരിക്കുന്നത് ING രൂപത്തിലാണ് തന്നേക്കുന്നത്. നമുക്ക് ING പാടില്ല, നമുക്ക് വെർബിനെ V3യിലേക്ക് തന്നെ മാറ്റണം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സിയും ഉത്തരമല്ല എന്ന് മനസ്സിലാക്കാം. ആൻസർ കിട്ടും ഓപ്ഷൻ ഡി, ആർ കാർസ് മെയ്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോ ഇനി നമുക്ക് 4 ഓപ്ഷനുള്ള നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ വേഗം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. എക്സാം ഹാളിൽ ഒരു ആശങ്കയും വേണ്ട. ഡു, ഡസ്, ഡിഡ് വരുന്ന ഒരു സെന്റൻസ് കിട്ടിയാൽ നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടില്ല, അത് ഗ്യാരണ്ടിയാണ്. ഡു ദ വർക്കേഴ്സ് ബിൽഡ് ദ ഹൗസ്. ഡു ദ വർക്കേഴ്സ് ബിൽഡ് ദ ഹൗസ്. നേരത്തെ പോലെ തന്നെ നമ്മൾ ആദ്യം ഇതിന്റെ വേർഡ് ഓർഡർ ഒന്ന് നോക്കുക. ദേ ഓക്സിലറി വെർബ്, ദെൻ സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, അതിനുശേഷം ഓബ്ജക്റ്റ്. ഡൂം ഡസും ഈസാമാറായി മാറണം. ആ ഒറ്റ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ ഡി ഉത്തരമല്ല എന്നറിയാം. അവിടെ ഡസ് തന്നെ ആവർത്തിക്കപ്പെട്ടു, നമുക്കത് വേണ്ട. ഈസാമാർ 3 ഓപ്ഷനിലുണ്ട്. ഓക്കെ, ദെൻ വർക്കേഴ്സിന്റെ സ്ഥാനത്ത് ദ ഹൗസ് വരണം. അപ്പോ രണ്ടാമത് വരേണ്ടത് ദ ഹൗസ് ആണ്. നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷൻ സി കളയാം. അവിടെ ദ വർക്കേഴ്സ് എന്ന് തന്നെ വന്നിരിക്കുന്നു, അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഉറപ്പിക്കാം ഉത്തരം ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. ഇനി നോക്കുക, ഹൗസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഹൗസ് സിംഗുലർ ആണ്, ഒരെണ്ണേ ഉള്ളൂ, അത് ആറിനോടൊപ്പം ചേരില്ല. ഓപ്ഷൻ എയും ഉത്തരമായി വരില്ല എന്നറിയാം. ഓക്കെ, നോക്കുക, ഹൗസ് സിംഗുലർ ആണ്, ഒരിക്കലും ആറെന്ന ഓക്സിലറിയുമായിട്ട് അത് ചേരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും മനസ്സിലാക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈസ് ദ ഹൗസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. എന്തെളുപ്പം ഒന്ന് നോക്കിയേ. മത്സര പരീക്ഷകളിൽ ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അടുത്ത ചോദ്യം കൂടി ഒന്ന് നോക്കിയേ. ഡസ് ദ ടീച്ചർ ടീച്ച് ഇംഗ്ലീഷ്? ഡസ് ദ ടീച്ചർ ടീച്ച് ഇംഗ്ലീഷ്? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ കൺമുന്നിൽ കിട്ടിയാൽ നിങ്ങൾ എന്തെഴുതും? ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യും പോലെ എല്ലാ ചോദ്യത്തിലും ചെയ്തു വന്ന രീതി തന്നെയാണ് ഇവിടെയും. ആദ്യം ഇതിന്റെ വേർഡ് ഓർഡർ മനസ്സിലാക്കണം. ഓക്സിലറി വെർബിൽ ഒരു സെന്റൻസ് ആരംഭിക്കുന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വന്നിരിക്കുന്നു, അത് കഴിഞ്ഞ് വെർബ് വന്നിരിക്കുന്നു, അത് കഴിഞ്ഞ് ഓബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഡസിന്റെ സ്ഥാനത്ത് ഈസാമാർ വരണം. 2 ഓപ്ഷൻ വെട്ടിയെറിയാം, ബിയും ഡിയും. ഓക്കെ, ഒന്നുകിൽ ഉത്തരം എ അല്ലെങ്കിൽ ഉത്തരം സി. നോക്കുക, നമുക്ക് ആദ്യം ഓക്സിലറി വെച്ചു. ഓക്കെ, ഈസും ഉണ്ട്, ഇവിടെ ആറും ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്ന് വരണം അല്ലേ? ഓക്സിലറി കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ ഓബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഈസോ ആറോ കഴിഞ്ഞ് പിന്നെ വരേണ്ട സാധനം ഇംഗ്ലീഷ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ എ ആണ് ആൻസർ, സി അല്ല. ഓക്കെ, എന്തെളുപ്പം നോക്കിയേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതോടുകൂടി ഈ ഭാഗം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. ഡു ദ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ദ ബ്രിഡ്ജ്? ഓക്കെ, നാളൊരു കാലത്ത് ഇതേപോലത്തെ ഏതെങ്കിലുമൊക്കെ ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ചേക്കാം. അതുകൊണ്ട് വ്യക്തമായി ഇത് പഠിച്ചു വച്ചേക്കുക. ഇവിടെ നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് പോകാനായിട്ട് ആദ്യം ഓക്സിലറി വെർബ് കൊടുക്കുന്നു, 2 സബ്ജക്റ്റ്, 3 വെർബ്, 4 ഓബ്ജക്റ്റ്. ഈ ക്രമത്തിൽ ഇനി ആൻസർ കണ്ടെത്തിയാൽ മതി. അറിയാം, ഡൂം ഡസും ഈസാമാറായി മാറണം. ഓപ്ഷൻ ബി ഉത്തരമല്ലെന്ന് ഉറപ്പിക്കാം. ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് വരണം, ദ ബ്രിഡ്ജ്. അങ്ങനെയെങ്കിൽ വീണ്ടും നമുക്കറിയാം ആൻസർ സി അല്ല. ഓക്കെ, അപ്പോ ഇനി നോക്കുക, ഇവിടെ ഇരിക്കുന്നതും ദ ബ്രിഡ്ജ്, ഇവിടെ ഇരിക്കുന്നതും ദ ബ്രിഡ്ജ്. ബ്രിഡ്ജ് സിംഗുലർ ആണ്, ഒരിക്കലും അത് ആറുമായിട്ട് ചേരില്ല. ആ ഒരൊറ്റ അറിവ് മതി. ദ ബ്രിഡ്ജ് സിംഗുലർ ആണ്, ആരുമായിട്ട് ചേരില്ല, ആറുമായിട്ട് ചേരില്ല. വെട്ടും ഓപ്ഷൻ എ. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി
ഓപ്ഷൻ ഡി ഈസ് ദ ബ്രിഡ്ജ് ഡിസൈൻഡ് ബൈ ദ എഞ്ചിനീയേഴ്സ്. അപ്പോ ഡു ഡസ് വരുന്ന സെന്റൻസിനെ നമ്മൾ ആദ്യം നേരിട്ട് പാസീവ് ആക്കാൻ പഠിച്ചു. അതിനുശേഷം 4 ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് വളരെ വേഗം ഉത്തരത്തിലെത്തുന്ന കാര്യവും പറഞ്ഞു. ഇനി നമുക്ക് ഡിഡ് കൂടി പഠിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, വേറൊന്നുമില്ല, പെട്ടെന്ന് ഇനി തീരും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു സെന്റൻസിൽ ഡിഡ് കൊണ്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പാസീവിലേക്ക് പോകുമ്പോൾ ആ ഡിഡിന് പകരം എന്ത് ചേർക്കണം? നമ്മൾ വാസ് വേർ ചേർക്കണം. നേരത്തെയും പറഞ്ഞ കാര്യമാണ്, ഡിഡ് എന്നുള്ളത് വാസ് വേർ ആയിട്ട് മാറണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് സെന്റൻസിനെ മാറ്റുന്നതെന്ന് നോക്കിക്കൊള്ളണം. ആദ്യം നമ്മൾ നേരിട്ട് ചോദ്യം എഴുതി നോക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 4 ഓപ്ഷനിലേക്ക് പോകും. നോക്കുക, ഡിഡ് ദ സ്റ്റുഡന്റ് സബ്മിറ്റ് ദ അസൈൻമെന്റ്. വളരെ എളുപ്പം, നമുക്ക് ഒറ്റ മിനിറ്റ് പോലും വേണ്ട ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം നമ്മൾ ഇതിന്റെ വേർഡ് ഓർഡർ ഒന്ന് നോക്കുന്നു. വേർഡ് ഓർഡർ നോക്കുമ്പോൾ ഓക്സിലറി വെർബ്, രണ്ടാമത് സബ്ജക്റ്റ്, മൂന്നാമത് വെർബ്, നാലാമത് ഓബ്ജക്റ്റ്. ഇത്രയും മനസ്സിലാവും. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് വരണം, ദ അസൈൻമെന്റ്. അസൈൻമെന്റ് എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെഴുതും? ഈ ഡിഡിന് പകരം വാസ് വേറിൽ നിന്നുള്ള വാസ് എഴുതും, വാസ്. അപ്പോ ഓക്സിലറി കിട്ടി, സബ്ജക്റ്റ് കിട്ടി. ഓക്കെ, ഇനി വെർബിനെ V3 മാറ്റിയാൽ മതി, സബ്മിറ്റഡ്. ഇതെല്ലാം നിങ്ങൾക്കും കിട്ടിക്കാണും, സബ്മിറ്റഡ്. ഇനി നമുക്ക് ഓബ്ജക്റ്റ് കൂടി എഴുതണം, ബൈ ചേർത്ത് സബ്ജക്റ്റ്, ബൈ ദ സ്റ്റുഡന്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പാസീവ് കിട്ടുക. ഓക്കെ, ഒന്നുകൂടി ഒന്ന് നോക്കുക. ആൻസർ എന്ന് പറയുമ്പോൾ വാസ് ദ അസൈൻമെന്റ് സബ്മിറ്റഡ് ബൈ ദ സ്റ്റുഡന്റ്. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം വളരെ വേഗം നോക്കാം. നിങ്ങൾ പെട്ടെന്നൊന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഡിഡ് ദേ ഫിനിഷ് ദ വർക്ക്? ഡിഡ് ദേ ഫിനിഷ് ദ വർക്ക്? വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലെത്താം, ഒരു ബുദ്ധിമുട്ടും വേണ്ട. നോക്കിയേ, ഡിഡ് ദേ ഫിനിഷ് ദ വർക്ക്. ആദ്യം വേർഡ് ഓർഡർ നോക്കുക. ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് വരണം, ദ വർക്ക്. ഈ വർക്ക് സിംഗുലർ ആയതുകൊണ്ട് ഡിഡിന് പകരം വാസ് വേർ ചേർക്കണമെന്ന് അറിയാലോ. അവിടെ സിംഗുലർ ആയ വാസ് ചേർക്കും, വാസ് ദ വർക്ക്. വെർബിനെ V3 മാറ്റും, ഫിനിഷ്ഡ്. ഓബ്ജക്റ്റ് ആയിട്ട് ബൈ ദം. എന്ത് എളുപ്പം ഒന്ന് നോക്കിയേ, എന്ത് എളുപ്പം. ആൻസർ ഇങ്ങനെ കിട്ടും, വാസ് ദ വർക്ക് ഫിനിഷ്ഡ് ബൈ ദം. നിങ്ങൾക്കും കിട്ടിക്കാണും, അറിയാം. ഓക്കെ, അടുത്ത ചോദ്യം വളരെ വേഗം നമ്മൾ ഇപ്പൊ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഡിഡ് ദ ഡോക്ടർ ട്രീറ്റ് ദ പേഷ്യന്റ്? ഡിഡ് ദ ഡോക്ടർ ട്രീറ്റ് ദ പേഷ്യന്റ്? വളരെ എളുപ്പമല്ലേ? ആൻസർ കിട്ടിയില്ലേ? നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ വേർഡ് ഓർഡർ നോക്കാം. ഓക്സിലറി ഇവിടെ, ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്, ഇത് ഓബ്ജക്റ്റ്. എന്തെളുപ്പം. ഇനി ഇതിനെ നമുക്ക് പാസീവിലേക്ക് മാറ്റണം. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് മതി. ഇവിടെ ദ പേഷ്യന്റ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല എഴുതി വരാനായിട്ട്. പേഷ്യന്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഡിഡിന് പകരം വാസ് എഴുതിയാ മതി. വെർബിനെ V3 മാറ്റുക, ട്രീറ്റഡ്. ഇനി ഓബ്ജക്റ്റ് വേണം, ബൈ ചേർത്ത് സബ്ജക്റ്റ്, ബൈ ദ ഡോക്ടർ. ഏതൊരു പരീക്ഷയിൽ ഇനി ഡു ഡസ് ഡിഡ് വരുന്ന ഒരു സെന്റൻസ് കിട്ടിയാലും നിങ്ങൾ അതിനെ പാസീവിലേക്ക് മാറ്റണം. നിങ്ങൾ മാറ്റും. ആ ഒരു വിശ്വാസം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം, ഡിഡ് ദ ടീച്ചർ റെക്കമെൻഡ് ദ ബുക്സ്? ഡിഡ് ദ ടീച്ചർ റെക്കമെൻഡ് ദ ബുക്സ്? നോക്കുക, വേർഡ് ഓർഡർ ആദ്യം മനസ്സിലാക്കുക. ഏത് ക്രമത്തിൽ അതിന്റെ ആൻസറിലേക്ക് പോകണം എന്നുള്ള നോക്കുക. കൃത്യമായി നിങ്ങൾ ആൻസറിലെത്തും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇതിന്റെ വേർഡ് ഓർഡർ തയ്യാറാക്കുന്നു. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? പാസീവിലേക്ക് മാറ്റുന്നു. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് എഴുതിയാൽ മതി, ദ ബുക്സ്.
എടാ നോക്കുമ്പോ അറിയാം, ബുക്സ് എന്ന് പറയുമ്പോ ഇത് ഒന്നിൽ കൂടുതലാണ്, പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ ഡിഡിന് പകരം എഴുതേണ്ട വാസ് വേറിൽ നിന്നും പ്ലൂറലായ വേർ എഴുതണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും വേർ ദ ബുക്സ്. ഓക്കെ, ഇനി അടുത്തെന്താ? വെർബിനെ V3യിലേക്ക് മാറ്റും, റെക്കമെൻഡഡ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാം, റെക്കമെൻഡഡ്. ദെൻ ഓബ്ജക്റ്റ് എഴുതണം, ബൈ ചേർത്തുകൊണ്ട് സബ്ജക്റ്റിനെ ഇപ്പുറത്ത് കൊണ്ടുവരും, അങ്ങനെ ബൈ ദ ടീച്ചർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ആൻസർ ആയി വേർ ദ ബുക്സ് റെക്കമെൻഡഡ് ബൈ ദ ടീച്ചർ. ഓക്കെ, അപ്പോ അടുത്തൊരു ചോദ്യം. ഇനി നമ്മൾ 4 ഓപ്ഷൻസിലേക്ക്. വളരെ എളുപ്പം. ഡിഡ് കൊണ്ട് ഒരു സെന്റൻസ് ആരംഭിക്കുന്നു. എക്സാം ഹാളിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ 4 ഓപ്ഷൻ നോക്കിയിട്ട് എങ്ങനെ വളരെ വേഗം ഉത്തരത്തിലെത്താം. ഡിഡ്, ആദ്യം വേർഡ് ഓർഡർ മനസ്സിലാക്കുക. ഓക്സിലറി വെർബിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, പ്രത്യേകിച്ച് ഡിഡ് എന്ന ഓക്സിലറിയിൽ. എടാ അറിയാം, ഓക്സിലറി കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റേ വരൂ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ് വരൂ, വെർബ് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്. ഇതാണല്ലോ ഇതിന്റെ ക്രമം. അപ്പൊ ചോദ്യരൂപത്തിലുള്ള സെന്റൻസ് നമ്മൾ പാസീവിലേക്ക് മാറ്റും. അറിയാം, ഡിഡിന്റെ സ്ഥാനത്ത് വാസോ വേറോ വരണം. അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. വാസോ വേറോ ആദ്യം വരുന്ന 3 ഓപ്ഷൻസ്. അപ്പോ ഓപ്ഷൻ ബി വേണ്ട. അപ്പൊ ഓക്സിലറി കിട്ടി. ഇനി വരേണ്ടത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് ദ റിപ്പോർട്ടാണ്. അപ്പോ ഇനി നമുക്ക് നോക്കാം, 3 കറക്റ്റ് ആണ്. വേറെ, വാസ്, വാസ്, ദ റിപ്പോർട്ട്, ദ റിപ്പോർട്ട്, ദ റിപ്പോർട്ട്, എല്ലാം ഓക്കെ. അപ്പൊ ഇനി നോക്കണം ഈ സബ്ജക്റ്റും ഓക്സിലറിയും ചേരുന്നതാണോ എന്ന്. റിപ്പോർട്ട് സിംഗുലർ ആണ്, വേറുമായിട്ട് ചേരില്ല. റിപ്പോർട്ട് സിംഗുലർ ആണ്, വേറുമായിട്ട് ചേരില്ല. ഒരു ഓപ്ഷൻ കൂടി പോയി. ഇനി 2 ഓപ്ഷൻസ്. എടാ കറക്കി കുത്തിയാലും നമുക്ക് കിട്ടും 50-50. പക്ഷെ നിങ്ങൾ കറക്കി കുത്തരുത്, കാരണം നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയാം. അപ്പോ വാസ്, വാസ്, ദ റിപ്പോർട്ട്. ഇനി അറിയാം വെർബ് തേർഡ് ഫോമിലേക്ക് മാറണം. നോക്കിയേ, റോട്ടാണോ തേർഡ് ഫോം, റിട്ടൺ ആണോ തേർഡ് ഫോം? ആർക്കാ അറിയാത്ത റിട്ടൺ ആണ് തേർഡ് ഫോം എന്ന്? അപ്പോ ആൻസർ കിട്ടും ഓപ്ഷൻ ഡി, വാസ് ദ റിപ്പോർട്ട് റിട്ടൺ ബൈ ദ മാനേജർ. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും, അത് 100% ഉറപ്പാണ്. അടുത്ത ചോദ്യം ഒന്ന് നോക്കുക, വളരെ വേഗത്തിൽ ആൻസറിലെത്തുക. ഉടൻ തന്നെ നമ്മൾ ഇത് അവസാനിപ്പിക്കും. വളരെ വേഗം, വളരെ വേഗം. ഡിഡ് ദ കമ്പനി ലോഞ്ച് ദ ന്യൂ പ്രോഡക്റ്റ്? ഇതാണ് ചോദ്യം. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ഉത്തരത്തിലെത്തും. 4 ഓപ്ഷൻ കാണുന്നു, നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഉത്തരത്തിലെത്തും, ഒരു പ്രയാസവും ഇല്ല. നമുക്ക് ആദ്യം ഇതിന്റെ വേർഡ് ഓർഡർ ഒന്ന് നോക്കാം. ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബിന് ശേഷം വരുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന് ശേഷം വെർബാണ്. വെർബിന് ശേഷം ഓബ്ജക്റ്റ് ആണ്. ഇതറിയാം. അപ്പൊ ഇനി രണ്ടാമത് ഡിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ, ഡിഡ് വാസും വേറുമാകണം. ആ ഒറ്റ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ 2 ഓപ്ഷനെ നമ്മൾ വെട്ടിയെറിയും, ബിയും ഡിയും. ഇത് വേണ്ട. ഇനി നോക്കുക, ഇവിടെയും വാസാണ്, ഇവിടെയും വാസാണ്. അപ്പൊ ഓക്സിലറിയുടെ സ്ഥാനം സെറ്റ് ആണ്. ഇനി സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓബ്ജക്റ്റ് വരണം, ദ ന്യൂ പ്രോഡക്റ്റ്. 2 അങ്ങനെയല്ല, ഒരിടത്ത് മാത്രമേ ദ ന്യൂ പ്രോഡക്റ്റ് വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വെട്ടിയെറിയാം ഓപ്ഷൻ സി. ഒറ്റ നോട്ടത്തിൽ ആൻസർ ആയില്ലേടാ. വാസ് ദ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ വേഗം ആൻസറിലെത്തുക, വളരെ വേഗം. ഡിഡ് ദ കമ്പനി ഹയർ ന്യൂ എംപ്ലോയീസ്? ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷാ ഹാളിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഇതേ മോഡലിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ആൻസറിലെത്തും? വളരെ വേഗം, വളരെ വേഗം, വളരെ വേഗം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ വേർഡ് ഓർഡറിലേക്ക് ഒന്ന് പോയി വരാം. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇതിനി ആർക്കും അറിയാത്തല്ലേ, എന്ത് സിമ്പിളാ. ഇനി ഡിഡ്, നമുക്കറിയാം ഡിഡിന്റെ സ്ഥാനത്ത് വാസോ വേറോ വരണം. ഒരു ഓപ്ഷൻ ഒഴിവാക്കാം, ബാക്കി 3 ഓപ്ഷൻ ഓക്കെയാണ്. വാസോ വേറോ ചേർന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത് ദ കമ്പനിയുടെ സ്ഥാനത്ത് ന്യൂ എംപ്ലോയീസ് എന്ന് വരണം. അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കൂടി ഒഴിവാക്കാം, വാസ് ദ കമ്പനി എന്നുള്ളത് ഒഴിവാക്കാം. നമുക്ക് ഈ വാസോ വേറോ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ന്യൂ എംപ്ലോയീസ് എന്നാണ്. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്, വേർ ന്യൂ എംപ്ലോയീസ്, വേർ ന്യൂ എംപ്ലോയീസ്.
അത് കഴിഞ്ഞ് നോക്കിയേ, നമുക്ക് വെർബ് V3-യിലാവണം. എ ഓപ്ഷനിലാണോ ബി ഓപ്ഷനിലാണോ വെർബ് V3 ആയിട്ടുള്ളത്? ഹയറിന്റെ V3 ഹയേർഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ അല്ല ഉത്തരം, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഒരേ ഒരു ചോദ്യം കൂടി ചെയ്ത് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. നോക്കുക, ഇതിന്റെ ആൻസർ കൂടി. ഡിഡ് ദ ആർട്ടിസ്റ്റ് പെയിന്റ് ദ വാൾ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആൻസർ ചെയ്യുക. ആൻസറിലേക്ക് എത്താൻ വേറൊന്നുമില്ല, ആദ്യം നമ്മൾ ഇതിന്റെ വേർഡ് ഓർഡർ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. വേർഡ് ഓർഡർ നോക്കുമ്പോൾ കിട്ടും, ഓക്സിലറിയിൽ തുടങ്ങി, ദെൻ ഒരു സബ്ജക്റ്റ് തന്നിരിക്കുന്നു, സബ്ജക്റ്റിന് ശേഷം വെർബ്, വെർബിന് ശേഷം ഓബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ഒന്നോ രണ്ടോ ചോദ്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന എല്ലാവരും ഇത് വ്യക്തമായി പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും തവണ ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വേർഡ് ഓർഡർ കിട്ടി, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇനി ഇതിനെ നമുക്ക് പാസീവിലേക്ക് മാറ്റണം. ഡിഡ് എന്നുള്ളത് വാസോ വേറോ ആകുമെന്ന് നിങ്ങൾക്കറിയാം. ആ ഒറ്റ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം, ഓപ്ഷൻ ഡി ഒഴിവാക്കാം. കാരണം ഡിഡ് വാസോ വേറോ ആണ് ആവേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ ഉത്തരവല്ല, ഡി നമ്മുടെ ഉത്തരവല്ല. ഓക്കെ, ഒരിടത്ത് വേർ തന്നിരിക്കുന്നു, ഒരിടത്ത് വാസ് തന്നിരിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഓക്സിലറി കിട്ടി. രണ്ടാമത് വരേണ്ടത് സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതും ഓബ്ജക്റ്റ്, ദ വാൾ. രണ്ടിടത്തും കൃത്യമാണ്. ഇനി നോക്കുക, ദ വാൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? വാൾ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വേറുമായിട്ട് ഇത് ചേരില്ല. അങ്ങനെ നമ്മൾ ഓപ്ഷൻ എയും വെട്ടിയെറിയും. നമുക്ക് ആൻസർ കിട്ടും, വാസ് ദ വാൾ പെയിന്റഡ് ബൈ ദ ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പോ ഇനി ഒരു PSC പരീക്ഷയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഡു, ഡസ്, ഡിഡ് കൊണ്ട് ഒരു സെന്റൻസ് ആരംഭിച്ചാൽ അതിനെ എങ്ങനെ പാസീവിലാക്കണം എന്നുള്ളതിൽ നിങ്ങൾക്കൊരു സംശയവും കാണില്ല. പ്രത്യേകിച്ച് കേരള PSCയുടേതാണെങ്കിൽ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകളിലെല്ലാം ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന ടോപ്പിക്ക് നമുക്കുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യരൂപത്തിലുള്ള സെന്റൻസുകൾ, പ്രത്യേകിച്ച് ഡു, ഡസ്, ഡിഡിൽ ആരംഭിക്കുന്ന സെന്റൻസുകളൊക്കെ +2 ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടരുത്. അപ്പോൾ ഒരു കാര്യം കൂടി, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സൂപ്പർ നോട്ട്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ചേരുക. സൂപ്പർ നോട്ട്സിന്റെ കുടുംബമായി മാറുക, സർക്കാർ ജോലിയുമായി തിരിച്ചു പോകുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.